Who is your most favorite person and which is the most saddest thing in your life? നിങ്ങളുടെ ഏറ്റവും വലിയ എൻ്റെ ഏറ്റവും വലിയ ഫേവറേറ്റ് പേഴ്സൻ്റെ പേരും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സങ്കടം വന്നേക്കുന്ന നിമിഷം ഏതാണെന്നാണ് പറയാൻ പറഞ്ഞേക്കുന്നത്. നമ്മുടെ സബ്സ്ക്രൈബർ വരാൻ പറഞ്ഞേക്കുന്നതാണ് Q&A സെക്ഷനിൽ. ഇത് രണ്ടും കൂടി ഒരു ഒറ്റ ഉത്തരവ് ഞാൻ പറയാം. ഞാൻ +2 എക്സാം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ്. എനിക്ക് റിസൾട്ട് എപ്പോഴാണ് വന്നെന്ന് അറിയാൻ പറയാം. ഞാൻ +2 എക്സാം കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിൽ ഇരിക്കുവാണ്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞ് എടാ റിസൾട്ട് വന്നു പറഞ്ഞു. അപ്പോൾ എനിക്ക് ചെറിയൊരു സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. റിസൾട്ട് വന്നല്ലോ, നമുക്ക് നോക്കാം. അപ്പോൾ അവൻ ജയിച്ചിട്ടുണ്ടാവും, അപ്പോൾ ഞാനും ജയിച്ചിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാരെല്ലാവരും ജയിച്ചു. ഞാൻ റിസൾട്ട് നോക്കിയപ്പോൾ ഞാൻ തോറ്റി. എൻ്റെ ക്ലാസ്സിൽ ഞാൻ മാത്രമേ തോറ്റുള്ളൂ. +2 ഞാൻ സയൻസ് ബാച്ച് ആയിരുന്നു, തോറ്റി. എനിക്കാണെങ്കിൽ ബാക്കിയുള്ള എല്ലാവരും ജയിച്ചു. ആരെങ്കിലും എൻ്റെ കൂടെ ഒരാൾ തോറ്റിരുന്നെങ്കിൽ എനിക്ക് അത്ര സങ്കടം പോകത്തില്ല. നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷമാണ് ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്കൊരു കൂട്ടം ആഗ്രഹിക്കുന്നുണ്ട് ആ ടൈമിൽ. നമ്മുടെ അപ്പോഴത്തെ വിവരമില്ലായ്മ കൊണ്ടായിരിക്കും നമ്മൾക്കങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ. അപ്പം ഞാൻ വിചാരിച്ച് ഞാൻ മാത്രമേ തോറ്റുള്ളൂ. എൻ്റെ കൂടെ നടന്ന് എൻ്റെ കൂടെ ഉഴപ്പിയ ആൾക്കാർ, എൻ്റെ കൂടെ ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് വന്ന ആൾക്കാർ, എൻ്റെ കൂടെ മതലിയാടിയ ആൾക്കാർ, എൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും വന്ന ആൾക്കാർ ജയിച്ച്, ഞാൻ മാത്രം തോറ്റു. അപ്പോൾ അവന്മാരെന്നെ എന്തോ ചതി ചെയ്തെന്നുള്ള ഫീലായി. ഞാൻ പെട്ടെന്ന് വൈകുന്നേരം വീട്ടിലൊന്നും പറഞ്ഞില്ല, റിസൾട്ട് വന്ന കാര്യം വീട്ടിലൊന്നും പറഞ്ഞില്ല. ഞാൻ രാത്രി ഒരു 8 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് അത്ര കൺട്രോൾ ചെയ്യാൻ, കരച്ചിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വീടിൻ്റെ പുറത്തായിട്ട് ഇറങ്ങുക. വീടിൻ്റെ പുറത്ത് മതിലിൻ്റെ അപ്പുറത്ത് എൻ്റെ വീടിൻ്റെ മതിലുണ്ട്, മതിലിൻ്റെ അപ്പുറത്തായിട്ട് ഗേറ്റിൻ്റെ അപ്പുറത്താണ് ഞാൻ പോയിരുന്നു. ഞാൻ പൊട്ടി കരയുക. എന്നാൽ ഞാൻ നല്ല രീതിയിൽ കരയുക, നല്ല രീതിയിൽ കരഞ്ഞ്. അപ്പം എനിക്കിത് പറയാൻ ശ്വാസം കിട്ടുന്നില്ല. എൻ്റെ ശബ്ദം കേട്ട് എൻ്റെ വാപ്പി വരിക. എൻ്റെ വാപ്പി എന്നെ തല്ലി എന്നായിരിക്കും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇല്ല. എൻ്റെ കരച്ചിലായിട്ട് എൻ്റെ വാപ്പി എൻ്റെ അടുത്തായിട്ട് വന്നിട്ട്, എൻ്റെ വാപ്പ, എൻ്റെ അച്ഛൻ, എൻ്റെ ഡാഡി എൻ്റെ അടുത്തായിട്ട് വന്നിട്ട് എന്താണ് നീ കരയണത്? ഈ എക്സ്പ്രഷനോടെ ചോദിച്ചു, എന്താണ് നീ കരയണത്? ഞാൻ പറഞ്ഞു ഞാൻ തോറ്റു. ബാക്കി എല്ലാവരും ചോദിച്ചു. സ്വാഭാവികമായിട്ട് ഒരാൾ പറഞ്ഞു നീ പഠിക്കാഞ്ഞിട്ടല്ലേ തോറ്റെന്ന് പറയാനായിരിക്കും എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷെ എൻ്റെ വാപ്പ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു അയ്യേ ഇതൊക്കെ വലിയ കാര്യമാണ്, ഇതൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കാം. ഒരൊറ്റ ഡയലോഗ് ഞാൻ തോറ്റതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോസ്റ്റ് സാഡസ്റ്റ് തിങ് ഇൻ ലൈഫ്. എൻ്റെ ഫേവറേറ്റ് പേഴ്സൺ എൻ്റെ വാപ്പിയാകാൻ കാരണം ആ ഒരൊറ്റ മെയിൻ റീസണാണ്. അല്ലെങ്കിലും വാപ്പിമാർ, ഡാഡിമാർ, അച്ഛന്മാരെല്ലാവരും ഫേവറേറ്റാണ്. അന്ന് എൻ്റെ അച്ഛൻ എന്നെ അടിച്ചായിരുന്നെങ്കിൽ ഞാൻ ഏതെങ്കിലും ചീത്ത രീതിക്കൊക്കെ പോയേനെ. പക്ഷേ എൻ്റെ അച്ഛൻ എന്നെ ചേർത്ത് പിടിച്ചു, എന്നെ കെട്ടിപ്പിടിച്ച് പോട്ടേടാ ഇതൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കാമെന്ന് ആ ഒരു ധൈര്യം തന്നുകൂടെ ഞാൻ അതൊക്കെ +2 ഒക്കെ വീണ്ടും എഴുതിയെടുത്ത് ഞാൻ പിന്നെ അപ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്താണെന്നറിയാവോ, തോക്കരുത്. ഇനി ഒരു ഒറ്റ സിംഗിൾ പരീക്ഷയ്ക്ക് ഒരു മോഡൽ എക്സാമിന് ഒരു ചെറിയ ടെസ്റ്റ് പേപ്പർ പോലും തോക്കരുത് മനസ്സിൽ വിചാരിച്ച് ഞാൻ എന്ത് ചെയ്ത്, ഞാൻ അടുത്ത സ്റ്റെപ്പിലായിട്ട് പോയി. ഞാൻ ഡിഗ്രിക്ക് BBA ചേർന്ന്, ബാച്ചുലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ചേർന്ന്. അതിന് ഒറ്റ പേപ്പർ ഉണ്ടായിരുന്നില്ല, ഫുള്ള് പാസ്സായി. നേരെ അടുത്ത സ്റ്റെപ്പിലായിട്ട് പോയി MBA മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ചേർന്ന്, അതും പാസ്സായി. ഇപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഇച്ചിരി വ്ളോഗിങ് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഈ ഒരു പാഷൻ ഒട്ടും വിടാൻ താല്പര്യമില്ലാത്തതൊരു ജോലി, ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയുള്ള ആ ഒരു രീതിയിലും ഇങ്ങനെ വ്ളോഗിങ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. എൻ്റെ അച്ഛൻ അങ്ങനെ ചെയ്തുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതുള്ള പ്രൗഡ് മൊമെൻ്റാണ്. എൻ്റെ ഹാപ്പിനെസ്, എൻ്റെ ഫേവറേറ്റ് പേഴ്സൺ, എൻ്റെ സാഡസ്റ്റ് തിങ്ങും ആ സംഭവം തന്നെയാണ്. അപ്പോൾ Q&A ചോദിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഇതിനകത്ത് ചോദിക്കുക. ലവ് യു ഓൾ.